വെൽക്കം ടു അവർ ചാനൽ ജോയിൻ ജസ്. നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക്. ഇത് ഞങ്ങളുടെ സെക്കൻഡ് വീഡിയോ ആണ്. ഞങ്ങളുടെ ഫസ്റ്റ് വീഡിയോ ഹോസ്പിറ്റൽ ബാഗ് എങ്ങനെ റെഡിയാക്കാം എന്നതിനെ കുറിച്ചിട്ടായിരുന്നു. ആ വീഡിയോന് വളരെ നല്ല പ്രതികരണമാണ് എല്ലാവരിൽ നിന്നും ലഭിച്ചത്. ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നമ്മുടെ ബിഗ് താങ്ക്സ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ ഹോസ്പിറ്റൽ ബാഗിൽ കൊണ്ടുപോയ എല്ലാ സാധനങ്ങളും നമുക്ക് ഉപകാരപ്പെട്ടോ, അല്ലെങ്കിൽ ഒരു സിസേറിയൻ എങ്ങനെയാണ്, എനിക്ക് സി സെക്ഷനാണ് ഉണ്ടായത്, അതുകൊണ്ട് സിസേറിയൻ അനുഭവ കഥ, അതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ എടുക്കുമ്പോൾ തന്നെ നമുക്ക് 39 വീക്സ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് 2-3 ദിവസം കഴിഞ്ഞിട്ടായിരുന്നു ആ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. ഏകദേശം അത് കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ട ഡേറ്റ് ആയത്. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയത് 23 ജൂലൈ ആണ്. 24 ജൂലൈ തന്നെ നമ്മൾ സി സെക്ഷൻ നടക്കുകയും ഞാനൊരു ആൺകുട്ടിയെ പ്രസവിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും നമുക്ക് പറയാം. സാധാരണ ഒരു സിസേറിയൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പല പല അനുഭവങ്ങൾ പലരും പറഞ്ഞു തന്നിട്ടുണ്ടാവും. സിസേറിയൻ്റെ അകത്ത് നമുക്കിപ്പോൾ ഉണ്ടാകുന്ന പെയിൻ കാര്യങ്ങൾ, അനസ്തേഷ്യ എന്നതിൻ്റെ കാര്യങ്ങൾ, സിസേറിയൻ കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ പലരും അനുഭവമായിട്ട് നമ്മളോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാവും. എന്നോട് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്കറിയായിരിക്കും. പക്ഷേ എങ്ങനെയാണ് ഒരു ഹോസ്പിറ്റലിൽ നമ്മൾക്ക് പോയതിന് ശേഷം സി സെക്ഷനിലേക്ക് എത്തുന്നതിന് മുമ്പ് എന്തൊക്കെ ഘട്ടങ്ങളുണ്ട്, അതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങൾ ഡോക്ടേഴ്സായാലും ഹോസ്പിറ്റൽസിൽ നിന്ന് നമുക്ക് കിട്ടും, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് ഞാനിതിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എൻ്റെ സി സെക്ഷൻ എങ്ങനെ ഉണ്ടായത് എന്നുള്ള ആ ഒരു ഫുൾ എക്സ്പീരിയൻസ് തന്നെ ആയിട്ട് ഞാൻ പറയാം. 23 ജൂലൈ വൈകുന്നേരമാണ് നമ്മൾ അഡ്മിറ്റ് ആവുന്നത്. അപ്പോൾ നമ്മുടെ ഡോക്ടർ OP വൈകുന്നേരം ആയതുകൊണ്ടാണ് വൈകുന്നേരം അഡ്മിറ്റ് ആയത്. രാവിലെയുള്ള ഡോക്ടേഴ്സ് ആണെങ്കിൽ അതിന് കണക്കായിട്ട് രാവിലെ ആയിരിക്കും അഡ്മിറ്റ് ആയിട്ടുണ്ടാവുക. അപ്പോൾ ഡോക്ടർ ഫസ്റ്റ് നമ്മൾ പോയ ഉടനെ തന്നെ ഡോക്ടർ നമ്മളെ പരിശോധിക്കും. അപ്പോൾ പരിശോധിക്കുമ്പോൾ ഡോക്ടർ PV ചെയ്യും. PV ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും അറിയായിരിക്കും. നമ്മുടെ ഉള്ളിലേക്ക് ഡോക്ടർ കൈ ഇട്ടിട്ട് നോക്കും. അപ്പോൾ യൂട്രസ് വികസിച്ചിട്ടുണ്ടോ, കുഞ്ഞ് തല തിരിഞ്ഞ് വന്നിട്ടുണ്ടോ എന്നൊക്കെ നോക്കേണ്ടിയിട്ടാണ് ഡോക്ടർ ഇതേപോലെ കൈ ഉള്ളിലേക്ക് ഇട്ട് പരിശോധിക്കുന്നത്. ഈ ഉള്ളു പരിശോധന തന്നെ പലരും പറഞ്ഞു കേട്ടിട്ടുള്ളത് ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള കാര്യമാണെന്നാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത്ര വലിയ പെയിനൊന്നും തോന്നിയിട്ടില്ല. നോർമലി നമ്മുടെ ഉള്ളിലേക്ക് ഒരു സാധനം ഇഞ്ചക്ഷനൊക്കെ വെക്കുമ്പോൾ നമുക്കൊരു ചെറിയൊരു ഇതുണ്ടാവില്ല, അതേപോലെ ഡോക്ടർ കൈയിട്ട് വെക്കുമ്പോൾ ചെറിയൊരു ഇത്. പക്ഷേ അതിന് ശേഷം ഭയങ്കരമായിട്ടുള്ള പെയിനൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ കൂടുതൽ ആൾക്കാർക്കും പറയുന്നേക്കാം ഡോക്ടർ ഇതേപോലെ PV ചെയ്ത് നോക്കിയതിന് ശേഷം വാട്ടർ ബ്രേക്ക് ഉണ്ടാവുകയും അങ്ങനെ പലരും നോർമൽ ഡെലിവറിയിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് അങ്ങനെ വാട്ടർ ബ്രേക്കോ അങ്ങനെ ഒരു കാര്യങ്ങളും ഉണ്ടായിട്ടില്ല. ഒരു ഡോക്ടർ PV ചെയ്ത് നോക്കി, ഓക്കെ, വാവേൻ്റെ പൊസിഷനൊക്കെ സ്കാനിങ്ങിൻ്റെ അകത്ത് തന്നെ ഓൾറെഡി ഓക്കെ ആയിരുന്നു. അങ്ങനെ നമ്മൾ അഡ്മിറ്റ് ആയ ഉടനെ തന്നെ നമ്മളോട് എന്ത് ചെയ്യും, എന്നെ ലേബർ റൂമിലേക്ക് മാറ്റും. ബാക്കി കൂടെയുള്ള ആൾക്കാരൊക്കെ റൂമിലേക്ക് മാറ്റിയിട്ട് നിൽക്കുകയാണ് ചെയ്തത്. നമ്മൾ ലേബർ റൂം പോയി, എൻ്റെ അനുഭവത്തിൽ ലേബർ റൂം പോയിട്ട് പ്രത്യേകിച്ചിട്ടൊന്നും ചെയ്യാനില്ല. ലേബർ റൂമിൽ അന്ന് കുറേ ആൾക്കാർ പെയിന് ഉള്ള ആൾക്കാരുണ്ട്, പിന്നെ യൂറിൻ ഇൻഫെക്ഷൻ ആയിട്ട് വന്ന ആൾക്കാരുണ്ട്. അവരൊക്കെ ഓരോരോ പെയിനും കൊണ്ടാണ്. ഞാനിപ്പോൾ അഡ്മിറ്റ് ആയതുകൊണ്ട് ലേബർ റൂമിലേക്ക് മാറണം എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ലേബർ റൂമിലേക്ക് പോയതാണ്. സത്യത്തിൽ എനിക്ക് ലേബർ റൂമിൽ അന്നത്തെ ദിവസം ഭയങ്കര ബോറടിയാണ്. ഒന്നും തോന്നുന്നില്ല. നമ്മളിപ്പോൾ ഫോണൊന്നും യൂസ് ചെയ്യാണ്ട് കുറേ നേരം ഇരിക്കുന്നില്ലല്ലോ. അപ്പുറം ഇപ്പുറം ഉള്ള ആൾക്കാരൊക്കെ പെയിനിൽ കിടക്കുന്നു, നമുക്കൊന്നുമില്ല. നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ സത്യത്തിൽ എന്നാ ചെയ്യേണ്ടത്, വെറുതെ ഇവിടെ കിടക്കാന്നുള്ളൊരു മൂഡായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞ് വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ലേബർ റൂമിൽ ഇരിക്കുമ്പോൾ എന്ത് ചെയ്തു, ചായ വേണമെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ബാക്കി എല്ലാവരും പെയിനും കൊണ്ട് കളിക്കുന്നതിനിടയ്ക്ക് നിന്ന് ഞാൻ നല്ല ചായയും പഴംപൊരിയെല്ലാം തിന്നു. അത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. എല്ലാവരും പെയിൻ എടുത്ത് കരയുമ്പോൾ നമ്മൾ മാത്രം ഇങ്ങനെ ഒന്നുമില്ല, എല്ലാവരും നോക്കി ചായയും പഴംപൊരിയൊക്കെ കഴിക്കുന്നത്. പക്ഷേ ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ടാണ് അത്. ഒരു 7 മണിയൊക്കെ ആയപ്പോൾ ഇതേപോലെ നേഴ്സ് പിന്നെ PV ചെയ്ത് നോക്കി. അപ്പോൾ അവർ ചെയ്ത് നോക്കിയപ്പോൾ യൂട്രസ് വികസിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ അവർ പറഞ്ഞു, ഓക്കെ, റൂമിലേക്ക് പോവാം, നാളെ രാവിലെ 6 മണിക്ക് റെഡി ആയിട്ട് താഴേക്ക് വരണം എന്ന് പറഞ്ഞു. അപ്പോൾ കുളിക്കുമൊന്നും വേണ്ട, എനിമേ ചെയ്യാനാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഓർണമെൻറ്റ്സ് ഒക്കെ കഴിച്ച് വെക്കണം, പിന്നെ മാക്സി ഇട്ടിട്ട് വരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓൾറെഡി ഫ്രണ്ട് ഓപ്പൺ മാക്സി ഈ 2 വാങ്ങിച്ചിട്ടുണ്ടായത് ഹോസ്പിറ്റൽ ബാഗിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഇതന്നെ മാക്സിയും അണ്ടർ സ്കേർട്ടും മാത്രം ഇട്ടിട്ട് വരാനാണ് പറഞ്ഞിട്ടുണ്ടായത്.
ബാക്കി ഒന്നും ഇടണ്ട, നമ്മൾ അണ്ടർവെയർസ് ഒന്നും വേണ്ട, മാക്സി ആ അണ്ടർസ്കേർട്ട് മാത്രം ഇട്ടിട്ട് റെഡി ആയിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ പിറ്റേന്ന് അന്ന് രാത്രി നേരെ റൂമിലേക്ക് പോയി, റൂമിൽ കിടന്നിറങ്ങി നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ചോളാൻ പറഞ്ഞു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ രാവിലെ ഇനിമ വെക്കും, ഇനിമ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഫുഡ് കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി എന്തെങ്കിലും കഴിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതൊക്കെ കഴിച്ചോളാൻ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് നന്നായിട്ട് രാത്രി മന്തിയൊക്കെ വാങ്ങിച്ച് അടിപൊളിയായിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് കഴിച്ചു. പിറ്റേന്ന് രാവിലെ 6 മണിയാകുമ്പോഴേക്ക് റെഡി ആയിട്ട് ലേബർ റൂമിലേക്ക് എത്താൻ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് തന്നെ രാവിലെ 5:30 ആകുമ്പോഴേക്ക് എണീച്ച് ഓർണമെൻറ്റ്സ് ഒക്കെ അഴിച്ച് വെച്ചിട്ട് നേരെ ലേബർ റൂമിലേക്ക് പോയി. ലേബർ റൂം പോയപ്പോൾ ഫസ്റ്റ് ചെയ്യുന്നത് എനിമ വയ്ക്കുകയാണ്. എനിമ എന്ന് വെച്ചാൽ നമ്മുടെ വയറ് ക്ലീൻ ചെയ്യേണ്ടിയിട്ടാണ്. അവ നോർമൽ ഡെലിവറി ആണെങ്കിൽ പെട്ടെന്ന് പ്രസവിച്ച് പോകുമ്പോൾ നമ്മൾ മൂത്രവും മലമൊന്നും വരാണ്ടിരിക്കേണ്ടിയിട്ടാണ് എനിമ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് അവർ ഇതേപോലെ വയറ്റിലേക്ക് ഒരു സോപ്പ് വെള്ളം അടിച്ച് കയറ്റുക. അതൊരു വയറ് പോലെ ഇട്ടിട്ട് നമ്മൾ ഉള്ളിലേക്ക് സോപ്പ് വെള്ളം അടിച്ച് കയറ്റുകയാണ് ചെയ്തത്. കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ടോയ്ലറ്റിൽ പോകാൻ മുട്ടും എന്തായാലും. അപ്പം നമ്മൾ ടോയ്ലറ്റിൽ പോയിട്ട് വരും. അങ്ങനെ എൻ്റെ എനിമ ചെയ്തു. എനിമ ചെയ്തിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടും അതിന് ശേഷം നേഴ്സ് പിന്നെയും PV ചെയ്ത് നോക്കി. അപ്പോൾ PV ചെയ്തപ്പോൾ ഒന്നും ഇല്ല. അപ്പോൾ ഇവരെന്ത് ചെയ്യും, വേദനേൻ്റെ ഗുളിക നമ്മൾ ഉള്ളിലേക്ക് കയറ്റി വെക്കും. അങ്ങനെ അത് വെച്ചിട്ട് ഒരു ഉച്ച വരെ കാത്തു നിന്നു. ഉച്ച വരെ ആയപ്പോൾ പെയിനൊന്നും ഇല്ലാത്തപ്പോൾ പിന്നെ എന്ത് ചെയ്തു, ഇവർ ഡ്രിപ്പ് ഇട്ടു. ഡ്രിപ്പിൻ്റെ അകത്ത് ഗ്ലൂക്കോസിൻ്റെ അകത്ത് തന്നെ പെയിന് വരേണ്ടിയിട്ടുള്ള ഇഞ്ചക്ഷൻ ഇഞ്ചക്ട് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ഡ്രിപ്പ് ഇട്ടു. ഡ്രിപ്പ് ഇട്ടിട്ട് കിടന്നിട്ട് ഒരു വൈകുന്നേരം 4 മണിയൊക്കെ ആകുമ്പോഴേക്ക് ഡ്രിപ്പ് തീർന്നു. അങ്ങനെ രണ്ടാമത്തെ ട്രിപ്പ് ഇട്ടു. രണ്ടാമത്തെ ട്രിപ്പ് ഇട്ട് ഒരു 5 മണിയൊക്കെ ആയിട്ടും പെയിനോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. സ്റ്റിൽ രാവിലെ മുതലേ പെയിൻറ്റ് കാര്യങ്ങൾ വെക്കുന്നുണ്ടെങ്കിലും ഒന്നും വന്നിട്ടില്ല. പിന്നെയും ഇടയ്ക്കിടയ്ക്ക് നേഴ്സ് ഇതേപോലെ PV ചെയ്ത് നോക്കുന്നുണ്ട്, വാവയുടെ ഹാർട്ട് ബീറ്റ് നോക്കുന്നുണ്ട്. അതൊക്കെ നോർമൽ തന്നെയാണ്. പക്ഷേ PV ചെയ്യുമ്പോൾ യൂട്രസ് വികസിച്ചിട്ടില്ല. അപ്പോൾ വൈകുന്നേരം ഡോക്ടർ വന്നപ്പോഴും ചെക്ക് ചെയ്തപ്പോൾ യൂട്രസ് വികസിച്ചിട്ടില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇപ്പം 2 ഇതായി വെക്കുന്നു, ഇനിയും വെച്ചിട്ട് നമ്മളിങ്ങനെ കാത്തു നിന്നിട്ട് കാര്യമില്ല, അപ്പോൾ എത്രയും പെട്ടെന്ന് C-സെക്ഷൻ ചെയ്യണം എന്നുള്ള ഇതിലേക്ക് വന്നു. അങ്ങനെ നമ്മൾ രാത്രി ഒരു 7 മണിക്ക് ആണ് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റുന്നത്. 7:54 ഒരു ആൺകുട്ടി ജനിച്ചു. അതിൻ്റെ അകത്ത് ഫസ്റ്റ് ഇതേപോലെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഈ പറയുമ്പോൾ ഞാൻ ഭയങ്കര കൂളായിട്ടിരിക്കുന്നതിന് അന്ന് ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ. C-സെക്ഷൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. നോർമൽ ഡെലിവറി ഉണ്ടാവും എന്നുള്ള ഇതിൽ നിന്നിട്ടുള്ളതുകൊണ്ട് ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു. പിന്നെ ഓപ്പറേഷൻ ചെയ്യുന്നതിന് പേടിയേക്കാളും എനിക്ക് ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബോഡി നോർമൽ ഡെലിവറിക്ക് റെഡിയാണ് എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ ഉണ്ടായത്. വാവയ്ക്ക് നല്ല മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് വാവ ഒറ്റയ്ക്ക് വരും എന്നുള്ള ഇതിൽ തന്നെ ഞാൻ നിന്നതാണ്. പെട്ടെന്ന് C-സെക്ഷൻ എന്ന് പറഞ്ഞപ്പോൾ എനിക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് കച്ചൽ ബഹളമൊക്കെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞത്. പിന്നെ ഇതേപോലെ C-സെക്ഷൻ വേണോ വേണ്ടയോ എന്നുള്ളത് നമ്മളോട് തീരുമാനിക്കാമെന്ന് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ ഞാനും ഹസ്ബൻഡും കൂടി കുറേ ആലോചിച്ച് അവസാനം ഓക്കെ C-സെക്ഷനെ സമ്മതിച്ച അപ്പം തന്നെ അവർ വേഗം നമ്മളെ ഡ്രസ്സ് മരിച്ചു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയി. ഇതേപോലെ അനസ്തേഷ്യ തന്നു. അനസ്തേഷ്യ പലരും പറഞ്ഞു കേട്ടിട്ട് ഭയങ്കര പെയിൻഫുള്ളാണ്, ഭയങ്കര പിന്നെ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ഭയങ്കര ഉണ്ടാവും എന്നൊക്കെ. എനിക്ക് അന്ന് അനസ്തേഷ്യ വെക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള പെയിനൊന്നും തോന്നിയിട്ടില്ല. സാധാരണ ഒരു ഇഞ്ചക്ഷൻ എടുക്കുന്ന പോലെ തന്നെ. പിന്നെ അനസ്തേഷ്യൻ്റെ ഡോക്ടറും സംസാരിച്ചുകൊണ്ടാണ് ഇഞ്ചക്ഷൻ എടുത്തത്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എനിക്ക് വേദന സഹിക്കാനുള്ള കഴിവ് കൂടുതൽ ഉള്ളതുകൊണ്ടായിരിക്കാം. അനസ്തേഷ്യ അത്ര പെയിൻഫുള്ളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ അനസ്തേഷ്യ വെച്ചതിന് ശേഷം പിന്നെ കഞ്ചാവ് അടിച്ച പോലെയാണ്, ഒന്നും ഓർമ്മയില്ല. കുറേ കഴിഞ്ഞിട്ട് എനിക്ക് ഒന്ന് ഓർമ്മ വരുമ്പം എല്ലാം കഴിഞ്ഞിട്ട് എന്നെ ഇങ്ങനെ വേറൊരു സ്ട്രക്ചറിലേക്ക് മാറ്റുന്നതായിരുന്നു. അപ്പോഴാണ് എനിക്കൊരു ബോധം വന്നത്. ഞാൻ അന്നേരം ചോദിക്കുകയും ചെയ്തു, ഞാൻ പ്രസവിച്ചോ? പ്രസവിച്ചു, എന്താ കുട്ടീന്ന് ചോദിച്ചാൽ ആൺകുട്ടിയാണ്. അപ്പോൾ ഒരു നേഴ്സ് എന്നോട് ചോദിച്ചു, എന്താ കുട്ടീനെ കാണിച്ചെന്നൊന്നും ഓർമ്മയില്ലേ? അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കതൊന്നും ഓർമ്മയില്ല. വാവിനെ കാണിച്ചെന്നോ മുഖത്ത് വെച്ചെന്നോ എന്നൊക്കെ അവർ പറഞ്ഞു, പക്ഷെ അതൊന്നും എനിക്ക് ഓർമ്മയേ ഇല്ല. പിന്നെ പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ അന്ന് ഇതേപോലെ എല്ലാവരും കണ്ട്, ഹസ്ബൻഡിനെയോ അച്ഛനെയോ അമ്മേനെയൊക്കെ കണ്ടു. അവിടുന്ന് നേരെ എന്നെ മാറ്റിയത് ICUയിലേക്കാണ്.
അത് നമ്മുടെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ള പോസ്റ്റ് ICU ആണ്. എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടാവുന്നുണ്ടോ എന്ന് അറിയേണ്ടിയിട്ട് ഒരു ദിവസം ഫുള്ളായിട്ട് ICUയിലേക്ക് നമ്മൾ മാറ്റിയിട്ട് അവിടുന്ന് ഒബ്സർവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ICUയിലേക്ക് മാറ്റി. അപ്പോൾ അവിടെ എത്തിയപ്പോഴേക്കും അനസ്തേഷ്യൻ ഇതുള്ളതുകൊണ്ടായിരിക്കും ഭയങ്കര ക്ഷീണമായിരുന്നു, നന്നായിട്ട് ഉറങ്ങിപ്പോയി. ഒരു പുലർച്ചെ ഒരു 11 മണി രാത്രി നൈറ്റ് ഒരു 11 മണി അങ്ങനെ ആകുമ്പോഴാണ് വാവേനെ ഫസ്റ്റ് ടൈം എനിക്ക് കാണിക്കേണ്ടിയിട്ട് കൊണ്ടുവരുന്നത്. ഫസ്റ്റ് ടൈം അല്ല, അതിൻ്റെ മുമ്പേ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്കത് ഓർമ്മയില്ലാത്തതുകൊണ്ട് ഫസ്റ്റ് ടൈം വാവേനെ കാണേണ്ടിയിട്ട് എന്നിട്ട് വാവേൻ്റെ NICയിലേക്ക് വാവേനെ മാറ്റിയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് വാവേനെയും കൊണ്ടുവന്നിട്ട് കാണിച്ചു തരാൻ പോകുന്നായിരുന്നു. പക്ഷെ അപ്പം കാണിക്കുമ്പോൾ വാവേനെ എടുത്തിട്ട് അവർ കൊണ്ടുവന്ന് ഇതാ വാവാന്ന് തന്നെ കാണിക്കുമ്പോഴേക്ക് തന്നെ എനിക്ക് ഭയങ്കര വോമിറ്റിംഗ് ആയിരുന്നു. എന്താണെന്നുള്ള അറിഞ്ഞൂടാ, പക്ഷേ അപ്പം വാവേനെ കാണിക്കുമ്പോൾ തന്നെ ഭയങ്കര വോമിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ തന്നെ അവർ വാവേനെ തിരിച്ച് NICയിലേക്ക് കൊണ്ടുപോയി. പിന്നെ ഫുള്ള് BP ഒക്കെ ഹൈ ആയിട്ട് ഞാൻ ഫുൾ കൊളാപ്സ് ആയിട്ടേനുള്ള കുറേ നേരം എടുത്തു അതൊന്ന് നോർമൽ ആവാൻ. പുലർച്ചെ 2 മണിയൊക്കെ ആയപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഞാൻ നഴ്സിനോട് പറഞ്ഞു വാവേനെ ഒന്ന് കാണിച്ചു തരാൻ. പക്ഷേ അപ്പോഴും BP നോർമൽ ആയിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ വാവക്ക് ഫീഡ് ചെയ്യാൻ പറ്റില്ല. വാവനെ ഫീഡ് ചെയ്യാൻ ആയിക്കഴിഞ്ഞാൽ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. പിന്നെ പുലർച്ചെ ഒരു 5 മണിക്ക് അങ്ങനെയാണ് വാവനെ കൊണ്ടുവരുന്നത്. ശരിക്കും ആ ടൈമാണ് ഫസ്റ്റ് ഞാൻ ശരിക്കും വാവനെ കാണുന്നത്. ഫസ്റ്റ് ടൈം വാവനെ കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിനേക്കാൾ അയ്യോ വാവക്ക് വിശക്കുന്നുണ്ടാവില്ലേ, കുറേ നേരം അതിലെ പാൽ കുടിച്ചിട്ട് ആ ഒരു പേടിയായിരുന്നു. പക്ഷേ അതിന് മുമ്പേ നേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു വാവക്ക് അവിടുന്ന് മറ്റേ പൊടി കലക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് ഉണ്ടാവുമല്ലോ, നമ്മളെ വാവക്ക് ഇങ്ങനെ പൊടി കലക്കി കൊടുക്കുന്നു, ഞാനിവിടെ ഉണ്ടല്ലോ എന്നുള്ളൊരു ഫീൽ ഉണ്ടായിരുന്നു. പിന്നെ വാവിനെ കിട്ടിയപ്പോൾ പിന്നെ ഫീഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത്, ഒന്നാമത് അനസ്തേഷ്യൻ്റെ എഫക്റ്റ് ഉണ്ടായിരിക്കും. എനിക്ക് കാലൊന്നും പൊന്തുന്നേ ഇല്ലേനും വാവക്ക് ഇങ്ങനെ ഫീഡ് ചെയ്യാനുള്ളത് എങ്ങനെയാണ് ഫീഡ് ചെയ്യാമെന്നറിയില്ല. ഇവനാണെങ്കിൽ ഭയങ്കര കരച്ചിലും എല്ലാം കൂടി ഭയങ്കര ഒരു ഫീലായിരുന്നു ആ ടൈമിന്. എങ്ങനെയൊക്കെയോ അവനെ ഫീഡ് ചെയ്തു. പിന്നെ രാവിലെ ഒരു നോർമലി എന്ത് ചെയ്തു, ഒരു 7 മണിയൊക്കെ ആയപ്പോൾ നേഴ്സ് ഇതേപോലെ പുറത്തുനിന്ന് നമ്മളെ വീട്ടുകാരോട് പറഞ്ഞിട്ട് ബ്രഷ് മാറാനുള്ള ഡ്രസ്സ് കാര്യങ്ങളൊക്കെ അവർ തന്നു. പിന്നെ നേഴ്സ് തന്നെ നമുക്ക് പാഡൊക്കെ വെച്ച് തന്നു. അങ്ങനെ ഫുൾ ഡ്രസ്സൊക്കെ മാറ്റി പല്ലൊക്കെ തേച്ച് ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാൻ. അപ്പം വെള്ളവും ബിസ്ക്കറ്റും, ചായ കുടിക്കുന്നവർക്ക് ചായ കുടിക്കുക. അപ്പോൾ ഞാൻ ചായ കുടിക്കാത്തതുകൊണ്ട് വെള്ളവും ബിസ്ക്കറ്റും കഴിച്ചു. അതിനുശേഷം രാവിലെ ഒരു 9 മണി അങ്ങനെ ആകുമ്പോഴാണ് എന്നെ റൂമിലേക്ക് വരുന്നത്. അപ്പോൾ വാവേനെ ഫീഡ് ചെയ്യാൻ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ ഫീഡ് ചെയ്യാൻ കൊണ്ടുവന്നിട്ടുള്ളതുകൊണ്ട് വാവേനെയും അപ്പം തന്നെ റൂമിലേക്ക് കൊണ്ടുവന്നു. പക്ഷേ വാവേനെ പിറ്റേന്ന് അന്ന് വൈകുന്നേരം 5 മണി വരെ NICയിൽ വെക്കണം. എന്ന് വെച്ചാൽ മഞ്ഞുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ വൈകിട്ട് ഡോക്ടർ വന്നിട്ട് നോക്കിയതിന് ശേഷം മാത്രമേ വാവേനെ റൂമിലേക്ക് തരൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓരോ 2 മണിക്കൂർ കൂടുമ്പോൾ അരമണിക്കൂർ വാവേനെ നമുക്ക് തരും. അപ്പോൾ നേഴ്സ് വന്നിട്ട് റൂമിൽ പറയും, അവർ അന്നേരം ആരെങ്കിലും പോയിട്ട് വാവേനെ എടുത്തിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഫീഡ് ചെയ്തിട്ട് പിന്നെയും വാവേനെ തിരിച്ച് NICയിലേക്ക് കൊടുക്കുകയാണ് നമ്മളന്ന് ചെയ്തിട്ടുണ്ടായത്. പാൽ ഓൾറെഡി എനിക്കുണ്ടായിരുന്നു. എനിക്ക് 7-ാം മാസം മുതൽ മിൽക്ക് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിട്ട് പാൽ ഇല്ലാത്ത പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ വാവേനെ ഇങ്ങനെ ഫീഡ് ചെയ്യണം എന്നുള്ള ഒരു ടെൻഷൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. കുറച്ചൊക്കെ ആ ടൈമിന് നമുക്ക് സ്ട്രഗിൾ ഉണ്ടായിരുന്നെങ്കിലും പിന്നെ ഓക്കെ ആയി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ പിറ്റേന്ന് രാവിലെയാണ് നമ്മുടെ മൂത്രത്തിൻ്റെ ട്യൂബ് കഴിക്കുന്നത്. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റുന്നതിന് മുമ്പ് തന്നെ നമുക്ക് മൂത്രത്തിന് ട്യൂബ് ഇടും. അപ്പം പിറ്റേന്ന് രാവിലെ ആയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് ട്യൂബ് കഴിച്ചു. അപ്പോൾ അന്ന് കഴിക്കൂല, അതിൻ്റെ പിറ്റേ ദിവസം മാത്രമേ കഴിക്കൂ എന്നിട്ട് അങ്ങനെ പിറ്റേ ദിവസമാണ് മൂത്രത്തിൻ്റെ ട്യൂബ് കഴിക്കുന്നത്. അപ്പോൾ മൂത്രത്തിൻ്റെ ട്യൂബ് ഇട്ടിട്ടുള്ളതുകൊണ്ട് തന്നെ ലൈറ്റ് ഫുഡ് മാത്രമാണ് ഫസ്റ്റ് ഡേ നമ്മൾ കഴിക്കുന്നത്. ജസ്റ്റ് വെള്ളം, ജ്യൂസ്, പൊടിയരിക്കഞ്ഞി അങ്ങനെ അത് മാത്രം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടോയ്ലറ്റിൽ പോകാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് കട്ടിയുള്ള ആഹാരങ്ങളൊന്നും അന്ന് കഴിക്കുന്നില്ല. അതിന് നെക്സ്റ്റ് ഡേ പിറ്റേ ദിവസമാണ് ട്യൂബ് അയച്ചതിന് ശേഷം നമ്മളോട് ഫുഡൊക്കെ കഴിച്ചു പറഞ്ഞു. പക്ഷെ അന്ന് ഫുഡൊക്കെ കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഗ്യാസ് കയറി. പക്ഷെ ഗ്യാസ് കയറിയതാണെന്ന് മനസ്സിലായില്ല. വയറ്റിൽ നിന്ന് ഇങ്ങനെ എന്തൊക്കെയോ ഉരുണ്ട് ഇതാവുന്നല്ല. സത്യത്തിൽ എനിക്ക് ഫീൽ ചെയ്തത് വാവ ഇതുവരെ വയറ്റിൽ ഉണ്ടായപ്പോൾ വാവ എങ്ങനെ അനങ്ങോ അതേ ഫീലിനാണ് ഉണ്ടായത്. അപ്പം എനിക്ക് ആകെയുള്ളതിലും പേടിയായി, അയ്യോ വാവേനെ എടുത്തിട്ടില്ലേ, എൻ്റെ കുമ്പയിൽ ഇപ്പോൾ വാവയുണ്ടോ ഇല്ലേ, ഡോക്ടർ ഓപ്പറേഷൻ്റെ സമയത്ത് എന്തെങ്കിലും കുമ്പയിൽ വെച്ച് മറന്നു പോയോ എന്നൊക്കെ ആലോചിച്ച് ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു.
പിന്നെ ഡോക്ടർ വന്ന് പരിശോധിച്ചപ്പോൾ പറഞ്ഞു അത് ഗ്യാസ് കയറിയിട്ടാണ്, ഗ്യാസിൻ്റെ പ്രശ്നം കൊണ്ടാണ്. ഫുഡ് നല്ലോണം കഴിച്ച ഒരു ലെവലാണ്. അവസാനം ഫുഡൊക്കെ കഴിച്ചു. എന്നാലും ഒരു രാവിലെ മുതൽ വൈകുന്നേരം വരെ അതിൻ്റെ പെയിൻ ഞാൻ നല്ലോണം അനുഭവിച്ചോട്ടെ. നല്ല പെയിൻ ഉണ്ടായിരുന്നു അതെനിക്ക്. പിന്നെ പെയിൻ ഉണ്ടാകുന്നത് മാത്രമല്ല, എന്തിനു വേണ്ടിയിട്ട് നമുക്ക് ഈ വേദന വരുന്നതെന്ന് അറിയാത്തതിൻ്റെ ഒരു ടെൻഷനും കൂടി ഉള്ളതുകൊണ്ട് അതെനിക്ക് ഭയങ്കര ഒരു അനുഭവമായിരുന്നു. അതിന് ശേഷം അതൊക്കെ കഴിഞ്ഞപ്പോൾ നോർമലായി. പിന്നെയും 2 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ സ്റ്റിച്ച് അഴിക്കുന്നത്. ടോട്ടൽ നമ്മൾ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് 4 ദിവസം ഹോസ്പിറ്റലിൽ പിന്നെയും നിന്നു. 4ാമത്തെ ദിവസമാണ് നമ്മൾ ഡിസ്ചാർജ് ആവുന്നത്. നമ്മൾ ചൊവ്വാഴ്ച അഡ്മിറ്റ് ആയിട്ട് സൺഡേ ആണ് പിന്നെ ഡിസ്ചാർജ് ആവുന്നത്. അത്രയും ദിവസം നമ്മൾ ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു. അപ്പോൾ സ്റ്റിച്ചിൻ്റെ ഇതും അവരവിടുന്ന് അഴിച്ച് ഫസ്റ്റത്തെ കുളിക്കാൻ പറഞ്ഞു. കുളിക്കുകയും ചെയ്തതിന് ശേഷമാണ് നമ്മൾ വിടുന്നത്. പിന്നെ വാവയുടെ മഞ്ഞ അതൊക്കെ ടെസ്റ്റ് ചെയ്യും. അപ്പം വാവേൻ്റെ മഞ്ഞ മാത്രമല്ല, വാവക്ക് ഷുഗർ, ചെവി, ഐ അങ്ങനെ എല്ലാം ഓക്കെ ആണോ എന്നുള്ള ടെസ്റ്റ്, അങ്ങനെ ഒരുപാട് ടെസ്റ്റൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ വാവേൻ്റെ എല്ലാം ഓക്കെ ആയിരുന്നു. അങ്ങനെയാണ് നമ്മൾ സൺഡേ ഡിസ്ചാർജ് ആവുന്നത്. ഡിസ്ചാർജ് ആയിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്കാണ് വന്നത്. നമ്മൾ ആ ഹോസ്പിറ്റൽ ബാഗ് കൊണ്ടുപോയ ഒരുവിധ എല്ലാ സാധനങ്ങളും നമുക്ക് ഉപകാരപ്പെട്ടിനി. ഒന്നും ഉപകാരപ്പെടാണ്ടായിപ്പോയിട്ടില്ല. അപ്പോൾ അതിനകത്ത് തന്നെ എനിക്ക് ഏറ്റവും ഉപകാരമായിട്ട് തോന്നിയത് ഒന്ന് ഓപ്പൺ മാക്സി നമ്മൾ കൊണ്ടുപോയത്. അതാണ് ഫസ്റ്റ് 2 ദിവസം ലേബർ റൂമിൽ തന്നെ കിടക്കുമ്പോഴും ഡോക്ടർ പരിശോധിക്കാനൊക്കെ എളുപ്പമായിട്ടുണ്ടായത് ഫ്രണ്ട് ഓപ്പൺ മാക്സിയാണ്. അപ്പോൾ ഇനി ആരെങ്കിലും ഡെലിവറിക്ക് പോകുന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ഓപ്പൺ മാക്സി വാങ്ങിക്കുന്നത് ഏറ്റവും ഉപകാരമുള്ള സാധനമായിരിക്കും. നോർമൽ ഡെലിവറി ഉള്ള ആളാണെങ്കിൽ അതന്നെ പിന്നെ യൂസ് ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും. പിന്നെ പാൻറ്റീസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിസേറിയൻ കഴിഞ്ഞിട്ട് നല്ല പെയിൻ ഉണ്ടായിരുന്നു. ഫസ്റ്റത്തെ ദിവസം അവർ നമുക്ക് പാഡ് വെച്ച് ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് വെച്ചു. പിറ്റേന്ന് ICU നിന്ന് അവർ തന്നെ പാഡ് വെച്ചിരുന്നു. അതിന് ശേഷം നമ്മളോട് വെച്ചോ സ്വയം വെക്കോ അല്ലെങ്കിൽ ഇതാക്കും. അപ്പോൾ ഞാൻ പാൻറ്റീസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഡിസ്പോസിബിൾ പാൻറ്റീസ്. അത് ഓക്കെ ആണോ എന്ന് ചോദിച്ചപ്പോൾ അത് ഓക്കെ ആണെന്ന് പറഞ്ഞു. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഭയങ്കര കംഫർട്ടായിരുന്നു. തുണിയൊക്കെ നമ്മളിപ്പം വെച്ച് ശീലമില്ലാത്തൊക്കെ തുണീൻ്റെ മുകളിൽ പാഡ് വെച്ചിട്ട് കിടക്കാനും ഇരിക്കാനൊക്കെ ഒന്നാമത് നമുക്ക് സ്റ്റിച്ചിൻ്റെയൊക്കെ പെയിനുള്ള സമയത്ത് അതൊരു കംഫർട്ടായിട്ട് ഇരിക്കില്ല. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള ഡിസ്പോസിബിൾ പാൻറ്റീസ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ല കംഫർട്ടുള്ള സാധനമാണ്. എനിക്കത് ഭയങ്കര ഉപകാരമായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ഡ്രസ്സ്, വാവൻ്റെ ഒരുപാട് ഡ്രസ്സ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. അപ്പോൾ ഡ്രസ്സ് ഓൾറെഡി നമുക്ക് വാവനെ കൊണ്ടു തരുമ്പോഴേ ഹോസ്പിറ്റലിൻ്റെ ഡ്രസ്സ് അവർ ഇടിയിച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ അവർ പറയുകയും ചെയ്തു വാവനെ തന്നപ്പോൾ ഡ്രസ്സ് ഇടിച്ച് വാവനെ ഫുള്ളായിട്ട് പൊന്നി വയ്ക്കാൻ. ഞാൻ ആ ഒരു ഫ്ലിപ്കാർട്ടിൻ്റെ കോംബോ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് 3 ഷീറ്റൊക്കെ കിട്ടിയത് ഭയങ്കര യൂസ്ഫുള്ളായിരുന്നു. ഡ്രൈ ഷീറ്റ് ആയാലും അതിൻ്റെ കൂടെ കിട്ടിയ ടവൽസ് ആയാലും ഡ്രസ്സൊക്കെ ആയാലും എല്ലാം ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ള സാധനങ്ങളായിരുന്നു. ഒന്നും നമുക്കങ്ങനെ യൂസ്ഫുൾ അല്ല എന്ന് പറയാനുള്ള സാധനങ്ങളൊന്നുമില്ല. അതിൻ്റെ അകത്ത് പറയാത്ത കുറച്ചും കൂടി സാധനങ്ങൾ നമുക്ക് ആവശ്യം വന്നിട്ടുണ്ടായത് ചൂടുവെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട്, ഫ്ലാസ്ക്, പിന്നെ അതൊന്നും ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായില്ല. അപ്പോൾ ഫ്ലാസ്ക്, ബെഡ്ഷീറ്റ്, പിന്നെ നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ ചാടാൻ വേണ്ടിയിട്ട് ന്യൂസ് പേപ്പേഴ്സ് അങ്ങനെയുള്ള സാധനങ്ങളും കൂടി എല്ലാവരും എടുത്തു വെക്കണം. പിന്നെ വാവയുടെ ബേർത്ത് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് അച്ഛൻ്റെയും അമ്മേൻ്റെയും ഐഡൻറ്റിറ്റി കാർഡ്സ്, ബേർത്ത് നമുക്ക് ഹോസ്പിറ്റലിൽ തന്നെ രജിസ്റ്റർ ചെയ്ത് തരുന്നതാണ്. അതിനുവേണ്ടി നമ്മൾ മെനക്കെടണം. നമ്മളിപ്പോൾ പേര് ഓൾറെഡി കണ്ടു വെച്ചിട്ടുണ്ടെങ്കിൽ പേരടക്കം വെച്ചിട്ട് അവർ നമുക്ക് ബേർത്ത് രജിസ്റ്റർ ചെയ്യും. പേര് നമ്മൾ കണ്ടുവച്ചിട്ടില്ലെങ്കിലും അല്ലെങ്കിൽ നമ്മൾ അന്നേരം പേര് പറഞ്ഞു കൊടുക്കുന്നില്ലെങ്കിൽ കുഴപ്പമില്ല. നെക്സ്റ്റ് 45 ഡേയ്സിനുള്ളിൽ നമ്മൾ പേര് ഇപ്പം മുനിസിപ്പാലിറ്റി ആണെങ്കിൽ KSMART വഴി ചേർത്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ പഞ്ചായത്ത് മറ്റാണെങ്കിൽ അക്ഷയ വഴി പോയി കഴിഞ്ഞാൽ നമുക്ക് ചേർക്കാൻ പറ്റും. അങ്ങനെ പേര് ചേർക്കുക. ഇപ്പോൾ 28 40 പേരിട്ടാണെങ്കിൽ അത്ര പെട്ടെന്ന് തന്നെ വാവൻ്റെ പേരും കൂടി ജനന സർട്ടിഫിക്കറ്റ് ചേർക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഹോസ്പിറ്റൽ ബാഗിൻ്റെ വീഡിയോനെ കുറിച്ച് ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു. അപ്പോൾ ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്തതിൻ്റെ വീഡിയോ കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ബയോയിൽ കൊടുക്കാം. അപ്പോൾ അത് തീർച്ചയായും എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന സാധനങ്ങളൊക്കെ എല്ലാവരും എടുത്തു വെക്കാൻ ശ്രദ്ധിക്കുക. ഇനി ആരെങ്കിലും പ്രഗ്നൻ്റ് ആയ ആൾക്കാരോ അല്ലെങ്കിൽ ഡെലിവറി നടക്കേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ആൾക്കാരും ഉണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും തരത്തിലുള്ള തെറ്റുകളോ ഇതോ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക.
ഞങ്ങൾ ഇമ്പ്രൂവ് ചെയ്ത് വരുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും കൂടി ഉണ്ടാവണം. നമ്മുടെ ഇന്നിപ്പോൾ 1 മാസമൊക്കെ കഴിഞ്ഞു. കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യാൻ ലേറ്റ് ആയത്. അപ്പോൾ വാവയുടെ 28 ഒക്കെ നമ്മളെ കഴിഞ്ഞു. വാവേൻ്റെ 28ൻ്റെ വീഡിയോ ഉടനെ തന്നെ നമ്മൾ നമ്മുടെ ചാനലിൽ കൊടുക്കുന്നതായിരിക്കും. ആ വീഡിയോ എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. 28നെ കുറിച്ചിട്ടും അതിൻ്റെ ചടങ്ങുകളെ കുറിച്ചിട്ടൊക്കെ ആ വീഡിയോയിൽ കൂടുതലായിട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എല്ലാവരും ആ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.